തീരുവ യുദ്ധം, പ്രതികാര ചുങ്കം, ലോക നേതാവായി അംഗീകരിക്കപ്പെടാനുള്ള വ്യഗ്രത, ഡൊണാൾഡ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഏകപക്ഷീയ നയങ്ങൾക്കും നീക്കങ്ങൾക്കുമെതിരായ സ്വാഭാവിക മറുപടി എന്നോണം പുതിയൊരു ലോകക്രമം രൂപപ്പെടുകയാണോ? കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന സൈനിക പരേഡും പുടിൻ്റെയും കിം ജോങ് ഉന്നിൻ്റെയും സാന്നിധ്യവുമാണ് ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. ഒപ്പം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ പുടിൻ, മോദി, ഷീ ജിൻപിങ് കൂടിക്കാഴ്ചകളും. സോവിയറ്റ് ചേരിക്ക് സമാനമായൊരു സഖ്യം രൂപപ്പെടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വിലയിരുത്തപ്പെടുക പോലും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പുറമെ സൈനിക പരേഡിൽ ചൈന അവതരിപ്പിച്ച ആയുധങ്ങളുടെ ശേഖരം കണ്ട് അക്ഷരാർത്ഥത്തിൽ ലോകം ഞെട്ടുകയും ചെയ്തു. ഭൗമരാഷ്ട്രീയം മാറുകയാണോ? ആർഡിഎക്സ് റാപ്പ്. അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയ ആയുധങ്ങൾ, മാർച്ച് ചെയ്യുന്ന ആയിരക്കണക്കിന് സൈനികർ, ചൈനയുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ഈ കൂറ്റൻ പരേഡാണ് ലോകത്താകമാനം ചർച്ചയാകുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയദിനാഘോഷത്തിൽ നടത്തിയ സൈനിക പരേഡിന് സാക്ഷിയാകാൻ ഷീ ജിൻപിങ്ങിനൊപ്പം ഉണ്ടായിരുന്നത് 27 രാഷ്ട്ര നേതാക്കളാണ്. അതിൽ തന്നെ ഇടതും വലതുമായി പുടിനും കിം ജോങ് ഉന്നും. ഇതെല്ലാം റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ പുതിയൊരു ഭൗമരാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുത്തുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. തീരുവയിലടക്കം അമേരിക്കയും ട്രംപും സ്വീകരിച്ച ഏകപക്ഷീയ നിലപാടുകൾക്കെതിരായ സ്വാഭാവിക പ്രതികരണമെന്ന നിലയിലാണ് നീക്കങ്ങൾ ചർച്ചയാകുന്നത്. ചൈന ആതിഥേയത്വം വഹിക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ പുടിൻ, മോദി, ഷീ ജിൻപിങ് ചർച്ചകളും മാറുന്ന ഭൗമരാഷ്ട്രത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു. റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിലുണ്ടാകുന്ന കൂട്ടായ്മയും ആണവരാഷ്ട്രമായ ഉത്തര കൊറിയയുടെ സാന്നിധ്യവും ഇന്ത്യയുടെ സഹകരണവും അമേരിക്ക ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ട്രംപിന്റെ പ്രതികരണങ്ങളും. ആർഡിഎക്സ് റാപ്പ്, ന്യൂസ് മലയാളം. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം. മാറുകയാണോ ലോകക്രമം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ശക്തിയായിട്ട് വരികയാണ്. തീരുവയടക്കം ട്രംപിൻ്റെ ഏകപക്ഷീയ ഭീഷണികൾ നേരിടാൻ ബദൽ കൂട്ടുകെട്ട് രൂപപ്പെടുകയാണ്. റഷ്യയും ചൈനയും നേതൃത്വം നൽകുന്ന ശാക്തിക ചേരിയിൽ പങ്കാളിയാകാൻ ഇന്ത്യയും. ചൈനീസ് സൈനിക പരേഡിനെത്തിയത് 27 രാഷ്ട്ര നേതാക്കളാണ്. പുടിനും കിം ജോങ് ഉന്നും ശ്രദ്ധ നേടി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ റഷ്യ, ചൈന, ഇന്ത്യ കൂടിക്കാഴ്ച വലിയ ചർച്ചയായി. യുഎസിനുള്ള മുന്നറിയിപ്പാണോ എന്ന ചോദ്യവും സ്വാഭാവികമായിട്ടും വരുന്നു. പുത്തൻ ആയുധങ്ങൾ പുറത്തിറക്കി ചൈനയുടെ യുദ്ധവിജയദിന സൈനിക പരേഡ്. മിസൈലുകൾ, ഡ്രോണുകൾ, ലേസർ ആയുധങ്ങളുടെ എല്ലാം അത്യാധുനിക പതിപ്പുകൾ അവതരിപ്പിച്ചു. കര, കടൽ, ആകാശ വിക്ഷേപണത്തിനുതകുന്ന ആണവ മിസൈലുകൾ അവതരിപ്പിച്ചു. വ്യോമ വിക്ഷേപണ ശേഷിയുള്ള ആദ്യ ദീർഘദൂര ആണവ മിസൈൽ ജിങ്ലി 1, അന്തർവാഹിനിയിൽ നിക്ഷേപിക്കാവുന്ന ആദ്യ ഭൂഖണ്ഡാന്തര മിസൈൽ ജുലാങ് 3, കരയിൽ നിന്നുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകളായ DF-61, DF-31 എന്നിവ ശ്രദ്ധ നേടി. ഇരട്ട സീറ്റുള്ള സ്റ്റെൽത്ത് ജെറ്റ് J-20S, ഒറ്റ സീറ്റിൻ്റെ നവീകരിച്ച പതിപ്പ് J-20A അവതരിപ്പിച്ചു. ലേസർ ആയുധം LY-1, ഒരേ സമയം 10 ലക്ഷ്യങ്ങളെ തകർക്കാനാകുന്ന DF-5 എന്നിവ ശ്രദ്ധ നേടി. സൈനിക പരേഡിൽ അതിഥികളായി പുടിനും കിം ജോങ് ഉന്നും ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കൾ രംഗത്തെത്തി. അവിടെ ഉണ്ടായിരുന്നു. ചൈന അതിശക്തമെന്നും ആരുടെ ഭീഷണിക്കും വഴങ്ങില്ലെന്നും പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. ഗൂഢാലോചനയെന്നാണ് ട്രംപ് ഇതോട് പ്രതികരിച്ചത്. യുഎസിനെതിരെ ഷീ ജിൻപിങ് പുടിനും കിമ്മുമായി ഗൂഢാലോചന നടത്തി എന്ന് ട്രംപ് പറയുന്നു. യുഎസിനെതിരെ ഗൂഢാലോചന നടത്തുമ്പോൾ പുടിനോടും കിമ്മിനോടും എൻ്റെ ആശംസ അറിയിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ ചടങ്ങുകൾ മനോഹരം ആയിരുന്നുവെന്ന് പരിഹാസ സ്വരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ചടങ്ങ് താൻ കാണുമെന്ന് ഷീ ജിൻപിങ്ങും പുടിനും മോദിയും പ്രതീക്ഷിച്ചിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. റഷ്യ, ചൈന അച്ചുതണ്ട് ശക്തമാകുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളോട് ട്രംപ് പ്രതികരിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം യുഎസിനാണെന്ന് ട്രംപ് വീണ്ടും ഓർമ്മപ്പെടുത്തി എന്നതും അതിനുശേഷമുണ്ടായി. അവർ ഒരിക്കലും അവരുടെ സൈന്യത്തെ അമേരിക്കയ്ക്ക് മേൽ ഉപയോഗിക്കില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശം കാര്യമായിരിക്കും അതെന്നും ട്രംപ് പ്രതികരിച്ചു. ട്രംപിനെതിരെ പുടിൻ രംഗത്തെത്തി. തീരുവ വിഷയത്തിൽ അമേരിക്കയുടേത് കൊളോണിയൽ ഭാഷയാണെന്ന് പുടിൻ പറഞ്ഞു. ഇന്ത്യയോടും ചൈനയോടും അമേരിക്ക ഇത്തരം സമീപനം സ്വീകരിക്കരുത് എന്ന് പുടിൻ പ്രതികരിച്ചു. അമേരിക്കയോട് അകന്ന് ഇന്ത്യ എന്ന് വിലയിരുത്താവുന്ന സാഹചര്യമുണ്ട്. പ്രതികാര ചുങ്കത്തിന് പിന്നാലെ അമേരിക്കയുമായി അകന്ന് ഇന്ത്യ. റഷ്യയോടും ചൈനയോടും അടുപ്പം പാടില്ല എന്ന അമേരിക്കൻ നിയന്ത്രണം വിലപിച്ചില്ല. സഹകരണം പൂർണ്ണമായി അടക്കാതെ കരുതലോടെ പ്രതികരിക്കുകയാണ് ഇന്ത്യ ചെയ്തത്. ഇന്ത്യ-US വ്യാപാര കരാർ നവംബറോടെ ഉണ്ടാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയെ പിണക്കരുത്, ഇന്ത്യയോട് യുഎസും യൂറോപ്പും മാന്യമായ സമീപനം സ്വീകരിക്കണം. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റ്യൂബ് ഇങ്ങനെ പറഞ്ഞു. അത്തരമൊരു വിദേശ നയം രൂപപ്പെടുത്തിയില്ല എങ്കിൽ ഈ കളിയിൽ നമ്മൾ തോൽക്കും. ഇന്ത്യ പിന്തുണക്കാതെ യുഎസിന് ചൈനയെ നേരിടാനാകില്ലെന്ന് US നയതന്ത്ര മേരി കിസൽ പ്രതികരിച്ചു. ഏഷ്യ പസഫിക്കിൽ ചൈനയുമായി ഒറ്റയ്ക്ക് പോരാടാൻ അമേരിക്ക കഴിയില്ല എന്നും മേരി കിസൽ പറഞ്ഞു. ഇതൊക്കെയാണ് വന്ന പ്രതികരണങ്ങൾ. ഹർഷൻ, അതായത് ചൈന ഇത്തരം മെഗാ റാലികൾ നടത്തുന്നതിൽ അവർ പണ്ട് മുതലേ വമ്പൻ വിദഗ്ധരാണ്. ഒരുപാട് ആളുകളെ വെച്ചിട്ട് ഏറ്റവും താളാത്മകമായിട്ട് അവരെ വെല്ലാൻ ആ കാര്യത്തിൽ ആരുമില്ല. പക്ഷേ ഇവിടെ അത് മാത്രമായിരുന്നില്ല. അവരുടെ ഏകാത്മകതയും സംഗീതാത്മകതയും അതിൻ്റെ ഒരു മനുഷ്യരുടെ കൂട്ടത്തിൻ്റെ ഒരു പവർ മാത്രമല്ല പ്രദർശിപ്പിക്കപ്പെട്ടത്, വലിയ ആയുധശേഖരവും പ്രദർശിപ്പിക്കപ്പെട്ടു. ഒപ്പം ഈ പറയുന്ന വലിയ ലോക നേതാക്കളാകെ വരികയും ചെയ്തു. ശരിക്കും ട്രംപിന് പരിഹസിക്കുമ്പോഴൊരു പേടിയുണ്ട്.
അല്ല, അതിൽ രണ്ട് കാര്യങ്ങളാണ് നടന്നത് സരീഷ. ഒന്ന്, ഈ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നു, അത് ധാരാളം രാഷ്ട്ര നേതാക്കന്മാർ വരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിക്ടറി പരേഡ് നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പരിപാടികളിലും സംബന്ധിക്കുന്നതിന് വേണ്ടി വന്ന നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം പരസ്പരം കൂടിക്കാഴ്ച നടത്തുന്നു, ചർച്ചകളിൽ പങ്കെടുക്കുന്നു. പല തരത്തിലാണ് അത് ലോകത്ത് ചർച്ചയാവുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഈ ന്യൂക്ലിയർ ട്രയാഡിൻ്റെ പ്രദർശനം തന്നെയായിരുന്നു പ്രധാനമായും. ഇപ്പോൾ അതായത് ചൈന എങ്ങനെ ആ ഒരു മേൽക്കൈ അവിടെ അവതരിപ്പിച്ചു എന്നുള്ളത്. ഇത്രയും രാഷ്ട്ര നേതാക്കന്മാരെ, അത് ലാറ്റിൻ അമേരിക്ക മുതൽ ആഫ്രിക്ക മുതൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. തീരെ ചെറു രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. അതുതന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. എന്തുകൊണ്ട് ചൈന ഇത്രയും ഈ ചെറു രാജ്യങ്ങളെ കൂടി പരിഗണിക്കുന്നു ഈ മട്ടിൽ? അത് പണ്ട് മുതൽ ചൈനയുടെ ഒരു രീതി അതാണ്. ആ മട്ടിൽ പരിഗണിക്കുന്നു. എന്താണ് അവരുടെ സ്ട്രാറ്റജി എന്നത് സംബന്ധിച്ച് അതിനെക്കുറിച്ച് വേറെ ചർച്ചകൾ നടക്കും. കാരണം വളരെ വലിയ, ഇപ്പോൾ പുടിൻ എന്ന് പറയുന്നത് വേറൊരു ലെവലിലാണല്ലോ ലോക നേതാക്കളുടെ ഇടയിൽ പരിഗണിക്കപ്പെടുക. ഷീ ജിൻപിങ്ങും പുടിനും തമ്മിൽ കാണുമ്പോൾ അതിനെ ആ നിലവാരത്തിൽ കാണുമ്പോൾ അതേ ലെവലിൽ തന്നെയാണ് ഇത്. ഇപ്പോൾ സിംബാബ്വേയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ലാറ്റിൻ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മേധാവി ആയിക്കോട്ടെ, അവരെയൊക്കെ ആ നിലയ്ക്ക് തന്നെ ഒരേ മട്ടിൽ പരിഗണിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായി എന്നുള്ളത് വിവിധ അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം പരിഗണിച്ച് ഇവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് ഈ ആയുധങ്ങളെല്ലാം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ ഒരു സമീപനമാണ് ചൈനയോട് സ്വീകരിക്കേണ്ടത്. തീർച്ചയായും ചൈനയുമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു അനുഭവം കൂടി നമുക്കുണ്ട്. ഏറ്റുമുട്ടൽ അതിർത്തിയിൽ 2020 വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പുറത്ത് പാകിസ്ഥാനുമായി ഈ നേതാക്കന്മാരെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായി നോക്കിക്കഴിഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് ഇതിൽ പങ്കെടുത്തിരുന്നു. പാകിസ്ഥാനുമായി നോക്കിയാൽ നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെ വലിയൊരു സംഘർഷത്തിന് ശേഷം വന്നു നിൽക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ രാഷ്ട്ര നേതാക്കളെല്ലാം മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു ഏകധ്രുവ ലോകം എന്ന നിലയ്ക്ക് അമേരിക്കയുടെ ഒരു മേൽക്കൈയിൽ സാമ്പത്തികമായ ഒരു യുദ്ധം അമേരിക്ക നയിക്കുമ്പോൾ ആ യുദ്ധത്തിൽ, അതായത് ഇതിൻ്റെ ഒരു മൊത്തം ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് 43% വരുന്ന ജനസംഖ്യ ഷാങ്ഹായ് രാജ്യങ്ങൾക്ക് കീഴിൽ, അതുമാത്രമല്ല 23 ലോക സമ്പദ് വ്യവസ്ഥയുടെ 23%, ഇത് കിടക്കുന്ന ഒരു വലിയ വിഭാഗമാണല്ലോ. അപ്പോൾ അവർക്ക് ഒരുമിച്ച് ഉണർന്നു നിൽക്കാൻ വേണ്ട സാധ്യത ആരായുക എന്നത്. അതിൽ എനിക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം, ഷഹബാസ് ഷെരീഫ് ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് എത്തിയ പുടിനുമായി നടത്തിയ ഒരു സംഭാഷണം കണ്ടു ഞാൻ. അപ്പോൾ അതിനകത്ത് ഷഹബാസ് ഷെരീഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലാണ് പോകുന്നത്, അത് നമുക്കറിയാം, അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ദീർഘകാല സൗഹൃദമാണ്. പക്ഷെ ഞങ്ങൾക്ക് കൂടി നിങ്ങളോട് സൗഹൃദം വേണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ആ ബൈറ്റായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ കുശലം പറച്ചിലിൽ കൊച്ചു വർത്തമാനങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. എന്താണ് ഷീ ജിൻപിങ്ങും പുടിനും സംസാരിക്കുന്നത്? 150 വയസ്സ് വരെ എങ്ങനെ മനുഷ്യനെ ജീവിപ്പിക്കാം, അതിൻ്റെ സാധ്യത എന്താണ് എന്നത് സംബന്ധിച്ച്. അത് ബോധപൂർവം പുറത്തുവിട്ടതല്ല എന്ന് പറയുന്നു. ഇവരുടെ മൈക്ക് ഉണ്ടായിരുന്നു, ആ മൈക്കുള്ളത് കൊണ്ട് ലേപ്പൽ മൈക്കിലൂടെ, ആരുടെയോ ലേപ്പൽ മൈക്കിലൂടെ ആ സംഭാഷണം പുറത്തു വന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് വലിയൊരു മെസ്സേജ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്, മൊത്തം ലോകരാഷ്ട്രങ്ങളിൽ. ഇവിടെ ക്ഷണിക്കപ്പെട്ടു വന്നവർക്കും അല്ലാത്തവർക്കും കൊടുക്കുന്നുണ്ട്. മറ്റൊരു മെമ്മറി വാർ കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഈ രണ്ടാം ലോകമഹായുദ്ധം വിജയിച്ചതിനെക്കുറിച്ച് പാശ്ചാത്യ ചേരി എപ്പോഴും പറയുക മറ്റു പല കഥകളുമാണ്. പക്ഷേ അങ്ങനെയല്ല, ആ യുദ്ധത്തെ ജയിപ്പിച്ചതിൽ ചൈനയ്ക്കും റഷ്യയ്ക്കുമാണ് വലിയ പങ്ക് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആ ഒരു നറേറ്റീവ് അവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്, ആ ഓർമ്മ വീണ്ടും പുതുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, അവിടെ 2 ലക്ഷം പതാകകളാണ് അവിടെ പ്രദർശിപ്പിച്ചത്. ഈ പരിപാടിക്ക് 2 ലക്ഷം പതാകകളാണ് ഈ ഒരു സൈനിക പരേഡിൽ നിരത്തിയത്. അതിൻ്റെ അതായത് അവരുടെ ദേശീയത കൂടി. ഇപ്പം ഷീ ജിൻപിങ് സ്വാഭാവികമായിട്ട് അതുകൂടി നോക്കും. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ അവരുടെ ദേശീയതയെ ഉറപ്പിച്ചു നിർത്തുകയും ഈ പോരാട്ടത്തിൽ സ്വാഭാവികമായും ഈ ട്രേഡ് വാറിൽ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു ഉണർവ് കൂടി വേണം. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടല്ലോ അത്. ഇപ്പോൾ അമേരിക്കയുമായി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അമേരിക്കയോട് അടുത്ത് നിന്ന്, അമേരിക്കൻ നേതാവിനോട് അടുത്ത് നിന്ന്, ട്രംപിനെ പൂജിച്ച, ട്രംപിന് വിഗ്രഹം ഉണ്ടാക്കിയ, പഴവങ്ങാടിയിൽ തേങ്ങ ഉടച്ച ഒരു ജനതയാണ് നമ്മളൊന്ന് ഓർക്കണം. എന്നിട്ട് അതിൽ നിന്ന് മാറുന്നുണ്ടല്ലോ വളരെ പെട്ടെന്ന്. ദേശീയമായി തന്നെ ഐക്യപ്പെടുന്നുണ്ടല്ലോ. നമ്മൾക്കിട്ട് ഇങ്ങനെ ഒരു പണി നിന്നിട്ടുണ്ട്, എന്നാൽ നമ്മളതിന് തിരിച്ചു പണിയണം എന്നുള്ള മട്ടിൽ. അപ്പോൾ ആ ഒരു സംഗതിയെല്ലാം ഊട്ടി ഉറപ്പിക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേതൃപരമായ പങ്ക് തീർച്ചയായും ഷീ ജിൻപിങ് അവകാശപ്പെടുന്നു ഇവിടെ. അതുമാത്രമല്ല, ഈ പറയുന്ന ഏതാണ് ആ മിസൈലിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഏതാണ് ആ മിസൈൽ അടക്കം, അതായത് ഭൂഖണ്ഡാന്തര മിസൈൽ ഒരെണ്ണം അവതരിപ്പിച്ചല്ലോ, അത് 20,000 കിലോമീറ്റർ ശേഷിയുള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് ലോകത്ത് എവിടെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിസൈൽ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഈ നോൺ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അവിടെ വന്നത്. നേരത്തെ ഹർഷ പറഞ്ഞു, ഈ റഷ്യയുടെ പുടിനും കൊറിയയുടെ കിം ജോങ് ഉന്നും
പിന്നെ ചൈന ഷീ ജിൻപിങ്ങോട് നിൽക്കുമ്പോൾ അവരുടെ കൂടെ ബെലാറൂസിൻ്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ, മ്യാൻമറിൻ്റെ പട്ടാള മേധാവി, ഇവരെല്ലാം അതായത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന അമേരിക്കക്കെതിരായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങളുടെ പങ്കാളിത്തം വലുതായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഉതകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വിന്യസിച്ചതാണ് എന്ന് തന്നെ പലരും കണക്കാക്കുന്നു. കാരണം ഒന്ന് ഈ മൂന്നാളുകളുടെ പ്രത്യേകത എന്താ, ഒന്ന് ഇവർക്ക് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആളുകൾക്ക് ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന കാര്യത്തിലൊക്കെ ബദലഭിപ്രായമുണ്ട്. പക്ഷേ ചൈന അവിടെ ഉണ്ട്, ഷീ ജിൻപിങ്, കിം ജോങ് ഉന്ന് കട്ട കമ്മിയാണ്, ഇയാൾ അവിടെ ഉണ്ട്. പുടിൻ കമ്മിയൊന്നുമല്ല, പക്ഷേ റഷ്യയിൽ മൂപ്പർ ചെയ്യുന്നൊരു കാര്യം എന്താണ്, മൂപ്പരുടെ സോവിയറ്റ് യൂണിയൻ്റെ ഭൂതകാലം എൻ്റെ കൂടെ ഭൂതകാലമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നൊസ്റ്റാൾജിയ പിടിച്ച് മുകളിലേക്ക് പിടിച്ച് ലോകത്തിൻ്റെ തലപ്പത്ത് അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു ലോകകേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച, അപ്പോൾ ഈ പറയുന്ന തരത്തിലൊരു പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് എന്നല്ല, പക്ഷേ ഒരു വെസ്റ്റേൺ വിരുദ്ധത എന്ന തീം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടീമിനെയാണ് അവിടെ കണ്ടത് എന്ന് പ്രധാനപ്പെട്ട ആളെല്ലാം പറയുന്നുണ്ട്. അത് വളരെ കൗതുകകരമായിട്ടുള്ള അങ്ങേയറ്റം സൂക്ഷ്മതയോടെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അമേരിക്കക്കെതിരായ ഒരു ലോകക്രമത്തിനുള്ള ഭൗമരാഷ്ട്രീയ സാധ്യതയാണോ രൂപപ്പെടുന്നത് എന്ന് വിധിക്കാൻ എന്തായാലും ഇപ്പോൾ സമയമായിട്ടില്ല. പക്ഷേ അമേരിക്കയ്ക്ക് അസുഖകരമായ സാഹചര്യത്തിലൂടെയാണ് ലോകരാഷ്ട്രീയം കടന്നു പോകുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. എല്ലാ രാഷ്ട്രങ്ങൾക്കും അവരവരുടെ താല്പര്യങ്ങളുണ്ട്. ഷീ ജിൻപിങ് ലക്ഷ്യം വയ്ക്കുന്നത് റഷ്യൻ എണ്ണയും ആണവശക്തികളായ അയൽരാജ്യം ഉത്തര കൊറിയയുമായുള്ള അതിർത്തി ബന്ധത്തിലെ സ്ഥിരതയുമാണ്. റഷ്യയുടെ ലക്ഷ്യം യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ഉണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങളിലെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. ഈ കൂട്ടുകെട്ടിലെ ഇന്ത്യൻ താല്പര്യമാകട്ടെ എണ്ണയുടെ പേരിൽ അമേരിക്കയുമായി ഇടഞ്ഞതോടെ എക്കാലത്തെയും സുഹൃത്ത് രാഷ്ട്രമായ റഷ്യയോട് കൂടുതൽ അടുത്ത് ചൈനയുമായി മികച്ച പ്രാദേശിക ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. സൈനിക ശക്തികളുടെ പിന്തുണയും ദക്ഷിണ കൊറിയക്കെതിരായ നിലപാട് കടുപ്പിക്കലുമാണ് കിം ജോങ് ഉന്നിന് മുന്നിലുള്ളത്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, അജണ്ട തങ്ങൾ നിശ്ചയിച്ചു കൊള്ളാം എന്ന അമേരിക്കൻ ധാർഷ്ട്യം വിലപ്പോകില്ല എന്ന സന്ദേശമാണ് നിലവിൽ ഈ പുത്തൻ കൂട്ടായ്മ അമേരിക്കയ്ക്ക് നൽകുന്നത്. ഇടവേളയിലേക്ക്